മെസ്സിയെ കേരളത്തിൽ കളിപ്പിക്കാൻ കൊണ്ടുവരുന്ന GST വകുപ്പ് കൊടുത്തൊരു നോട്ടീസ് അത് തുടരന്വേഷണം എല്ലാവരും പോയത് പഴയ മന്ത്രിയുടെ ഒരു ഇടപെടലാണ്, മന്ത്രി ഓഫീസിന്റെ ഇടപെടലാണ് എന്നുള്ളൊരു ആരോപണം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും അങ്ങനെയൊന്നും ഇടപെടലുണ്ടെങ്കിൽ അതൊന്നും നേരത്തെ വരില്ലേ? അങ്ങനെയൊന്നും ഒരു കാര്യത്തിലും അങ്ങനെ ഇടപെടലും ഇല്ല, ഒരു കാര്യവും ഇല്ല. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യവും ഏത് സമയത്തും കൃത്യമായി നടത്തുന്നതിന് ഒരു തടസ്സവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഒരു ഇടപെടലും വന്നാൽ നേരത്തെ വരില്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, നിയമപരമായ കാര്യത്തിനകത്ത് എല്ലാ സ്ഥലത്തും കൃത്യമായ നിലപാടുകൾ എടുത്തിട്ട് തന്നെ പോയിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. 126 കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. അതിലൊരു 22 കോടി രൂപ സംസ്ഥാനത്ത് നടന്നു. അപ്പൊ അതിന് എന്തൊക്കെ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? അതിൻ്റെയൊക്കെ നോക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ പേപ്പറെല്ലാം കൈ വെച്ചേക്കുമല്ലോ. അതിന് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ, ബന്ധപ്പെട്ട താഴെ ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ടുള്ള അതിന് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ ഇല്ല. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതിനും നോക്കേണ്ടതായ കാര്യങ്ങളും പേപ്പറുകൾ നീങ്ങിയിട്ടുണ്ടാവും. അതിനകത്ത് എന്തായാലും അതിന് ഉദ്യോഗസ്ഥ സമിതി, നിങ്ങൾക്ക് തന്നെ എന്നെക്കാളും വരെ കാണില്ല. ഞാനിപ്പം ഈ സാധനമൊന്നും കോപ്പിയൊന്നും കൈ കൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്നും ഇല്ല. കാരണം നമ്മളതിനകത്ത് ഇടപെട്ട് നേരത്തെ ഒന്നും ഇടപെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സാധാരണഗതിയിൽ അതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വകുപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്റ്റെപ്സ് നോക്കണം. ഏത് കാര്യം വന്നാലും ടാക്സ് വന്നു കഴിഞ്ഞാൽ ടാക്സിനെ സംബന്ധിച്ചുള്ള പാർട്ടിക്ക് പറയാനുള്ളതൊക്കെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് കേൾക്കുമല്ലോ. അതിനകത്ത് പർട്ടിക്കുലർ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും അത് സംബന്ധിച്ച് ഇടപെടുന്നത്.